ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാൻ രാവിലെ ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോവുകയാണ്. ബാംഗ്ലൂരിന് ഏകദേശം ഒരു 300 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ്. ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വൈകിട്ട് തിരിച്ചു വരും. അപ്പം ഷിമോഗ കാണാൻ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ പോകുന്ന സ്ഥലം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം സമയം വെളുപ്പിന് രാവിലെ 5 മണിയായിട്ടുണ്ട്. കാരണം ഇവിടുന്ന് 6 മണിക്കൂർ യാത്ര ഉണ്ട്. ഷിമോഗ 5 മണിക്കൂർ യാത്ര. അപ്പം ഷിമോഗയുടെ സ്പെഷ്യാലിറ്റീസ് എല്ലാം വരുന്ന വഴി കാണിച്ചത്. ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറെ ആളുണ്ട്. അതും നിങ്ങളെ കാണിച്ചു തരാം. അപ്പം വെളുപ്പിന് 5 മണിയാണ്. ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഫ്ലാറ്റിനടി തന്നെയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റാണിത്. അപ്പം ഇതാണ് എൻ്റെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഞാൻ ഷിമോഗയിൽ വിട്ടില്ലേ, ഞാൻ ഷിമോഗയിൽ പോകുന്നത് കളക്ടറെ കാണാൻ വേണ്ടിയാണ്. കളക്ടറിൻ്റെ അവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വെട്ടം തീരെയില്ല. 5 മണിക്ക് ഒരു കുറുക്കം പോലും കേട്ടോ അവിടെ. അപ്പം ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തതെന്ന് പറയാൻ വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ്. അപ്പം ഞാൻ ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ നേരത്ത് ഒരു ചൂടുവെള്ളം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം എനിക്ക് ഡ്രൈവിങ്ങിൽ ചൂടുവെള്ളമാണ് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ചൂടുവെള്ളം ബാഗ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം ഇവിടെ രാവിലെ നല്ല തണുപ്പാണ്. 15 ഡിഗ്രിയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെയും 2 ദിവസമായിട്ട് ബാംഗ്ലൂർ നല്ല തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തണുപ്പ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിടന്നുറങ്ങാൻ തോന്നും. ആക്കൂട്ട് തണുപ്പ്. ഓക്കെ, അപ്പം ഇപ്പം നേരെ പോകുന്നത് JP നഗറിൽ പോയി എൻ്റെ ഫ്രണ്ടിനെ കൂട്ടി അവിടുന്ന് നേരെ ഷിമോഗ ചാടും. അപ്പം ഞാൻ ഇനി ബാക്കി അവിടെ വെച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാം. ഓക്കെ, വെളുപ്പിനൊക്കെ ബാംഗ്ലൂരിൽ കൂടെ ഈ ഒരു സമയത്ത് വണ്ടി ഓടിക്കുന്നത് നല്ല രസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, മെട്രോയുടെ അല്ല, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നടക്കുന്ന ഈ സൈഡിൽ ഒന്നും പറയാണ്ട് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ നമ്മൾ അങ്ങോട്ടൊക്കെ നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഏഴഞ്ഞ് വേണം പോകാൻ. അപ്പോൾ ഇവിടെ ആയതുകൊണ്ടാ നമുക്ക് നമ്മൾ രാജകീയമായി രാജാവിനെ പോലെ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടി ഇവിടെ JP നഗറിൽ വന്നിരിക്കുകയാണ്. പുള്ളി ഇവിടെ എവിടെയോ കാണും. പുള്ളിയുടെ വീട് ഇവിടെ തന്നെയാണ്. അപ്പം എവിടെയാണെന്നുള്ളതൊന്ന് വിളിച്ചു നോക്കാം. കഴിഞ്ഞോണ കണ്ടത് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഹലോ, വിശ്വസാൻ, വരൂ. ഐ ആം ഹിയർ. ഒരാള് ഗുഡ് മോർണിംഗ്. കേറുക കേട്ടാ. ഇപ്പൊ ഒരു പറഞ്ഞ പുള്ളിക്കാരൻ ഓപ്പൺ. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഗുഡ്. നെൽമംഗലം തുംകൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ടോളാണ്. തുറക്കേട്ടാ പോട്ടെ. ഈ റോഡ് വഴിയാണ് ഗോവയ്ക്കൊക്കെ പോകുന്നത്. റോഡ് രാവിലെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്ക് ഫുൾ ട്രക്സ് എവിടെ നോക്കിയാലും തിരക്ക്. ചേട്ടാ ഈ കാറെല്ലാം പോയി ഇങ്ങനെ വരുന്നത്. ഞങ്ങൾക്ക് ഇനി ഒരു 279 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്. ഞങ്ങളൊരു 4.5 മണിക്കൂർ കൂടെ എടുക്കും അവിടെ എത്താൻ. അപ്പോൾ ഞങ്ങൾ തുംകൂർ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെസ്റ്റേൺ ഗാർഡ് സെക്ഷൻ
ഒക്കെ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. റോഡിൻ്റെ രണ്ട് സൈഡിലൊക്കെ നല്ല മരങ്ങളൊക്കെ വന്നിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയ ചെറിയ മൗണ്ടൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേർണിയാണ്. രാവിലെ തുംകൂർ റൂട്ട്, തുംകൂർ ടു ഷിമോഗ. നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഷിമോഗ ജോഗ് ഫാൾസ് ഒക്കെ കാണാം. റൈറ്റ് സൈഡിൽ കാണാം. റൈറ്റ് സൈഡിൽ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരകൾ. അടിപൊളി, എന്ത് രസമാണ്. അതുപോലെ റോഡിൽ നല്ല ട്രാഫിക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടീ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, വെസ്റ്റേൺ ഘാട്ടിൻ്റെ മനോഹരമായ സ്ഥലം. ഇവിടെ നിന്ന് ആർക്കും മാസ്ക് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഈരുടു ടീ കൊടു, ഈരുടു ടീ. ഞങ്ങൾ കുടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങിയത് 5:30-ക്കാണ് ഇറങ്ങിയത്. വീട്ടിൽ നല്ല തണുപ്പായിരുന്നു. ബാംഗ്ലൂർ നല്ല തണുപ്പാണ്. ഇപ്പം ഏകദേശം ഒരു 15 ഡിഗ്രി ഉണ്ട്. അപ്പം വണ്ടി ഓടിച്ചോണ്ട് വരുന്നതിലേക്ക് തണുപ്പ് കാരണം AC ഓഫ് ചെയ്ത് പതുക്കെ AC ഇടാനാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നത്. അപ്പം ഞാൻ വിഷ്ണു വീട്ടിൽ നിന്ന് കഴിച്ചില്ല. ഞാൻ വീട്ടിൽ നിന്ന് കോഫി കുടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പം വഴിയിൽ നിന്ന് ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയേക്കാം. അപ്പം വെസ്റ്റേൺ ഘാട്ട്സ് സെക്ഷനിൽ കൂടിയാണ് നമ്മൾ പോണത്. ഷിമോഗ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ഉള്ളൊരു സ്ഥലം കേട്ടോ. നിങ്ങളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് നിങ്ങളെ മൊത്തം കാണിക്കാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മീറ്റിങ്ങിനാണ് പോകുന്നത്. അപ്പം കളക്ടറെ കണ്ട് ടൈമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം എന്നുള്ളതേ ഉള്ളൂ. മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് തന്നെ വൈകിട്ട് തന്നെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും, തിരിച്ചു വരും. അതാണ് ഇന്നത്തെ പ്ലാൻ. ചായ ആയെന്നാവട്ടെ. വിഷ്ണു ചായ റെഡി. വിഷ്ണു വണ്ടി കിടന്ന് ഉറങ്ങി താഹായി നല്ല സുഖമാണ്. ഞാനൊക്കെ ട്രാവൽ ചെയ്യാൻ നേരത്തുണ്ടല്ലോ ഈ റോഡരികിൽ നിന്നുള്ള ചായയാണ് കുടിക്കുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കടയ്ക്കും ഓരോ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഈ ഇവിടുന്ന് കൊടുക്കുന്ന ചായക്ക്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ വണ്ടിയെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ റോഡരികിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും കിട്ടും. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് മാത്രമുള്ള ഫീലാണെന്ന് അറിഞ്ഞൂടാ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചായക്കൊക്കെ. നെസ്കഫേ പോലും അല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. അത് ഓരോരുത്തരുടെ കൈപ്പുണ്യം തോന്നുന്നു. നോക്കിയേ ഈ പരിസരമൊക്കെ എത്ര വൃത്തികേടാക്കി ഇട്ടേക്കെന്ന് നോക്കിയാൽ. പ്ലാസ്റ്റിക്കൊക്കെ തള്ളി കുത്തിക്കയറ്റി. അയ്യോ, നമ്മൾ മനുഷ്യന്മാർ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. നോക്കിയേ, അയ്യോ എങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. ഇത് മാന്യമായിട്ട് എന്തായാലും ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചാണ്. എന്നാലും പ്ലാസ്റ്റിക്കൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ മാന്യമായിട്ടൊരു എന്താ പറയുക, ഒരു ബോട്ടിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജാറ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ വെച്ചിട്ട് അതിനകത്തോട്ട് കെട്ടിയിടുവാണെങ്കിൽ അത്ര നന്നായിരിക്കും. ഇത് ചുമ്മാ എടുത്ത് വലിച്ചു വരിട്ടേക്കും. ഇവിടെ വരുന്ന പശുവും പട്ടിയും പൂച്ചയും എല്ലാം എടുത്ത് കഴിക്കുമല്ലോ. വിജനമായ ഹൈവേയിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ക്രൂയിസ് കൺട്രോളൊക്കെ ഇട്ട് അതൊക്കെ കാല് ഇവിടെയൊക്കെ കയറ്റി വെച്ച് അതൊക്കെ ഇങ്ങ് ഓടിച്ചോണ്ടിരിക്കുക. ഒരു ക്ഷീണമല്ല, ഇങ്ങനെ പതുക്കെ ഓടിച്ചു പോകും. ഇവിടെ മൊത്തം അടയ്ക്കാമരവും സൈഡിൽ തെങ്ങുമാണ്. എനിക്ക് എവിടെ നോക്കിയാലും അടയ്ക്കാമരവും തെങ്ങും കാണാം. ഞങ്ങളപ്പോൾ ഹൈവേന്ന് ടേൺ എടുത്ത് ഹിരിയൂറിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ ടേൺ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ സിംഗിൾ റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി വരും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. വിഷ്ണു പറയുന്നത് ഇവിടെ അടുത്ത് നല്ല ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നാടൻ ഹോട്ടലിൽ തന്നെ വേണം, ഹിരിയൂറിൻ്റെ തനതായ ശൈലിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഹോട്ടൽ. ഇതൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് കേട്ടോ. നോക്കിയാൽ ഒരു ചേട്ടൻ കാളാനൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ടോ. നൈസ്. ഫുൾ നമ്മളൊരു ഗ്രാമത്തിൽ കയറില്ല, ആ ഒരു പ്രതീതിയാണ്. എവിടെ എല്ലായിടത്തും ഹമ്മാണല്ലോ. കണ്ടോ ആൾക്കാരൊക്കെ കണ്ടോ. നമ്മളൊരു 50 കൊല്ലം പുറകോട്ട് പോയൊരു പ്രതീതിയാണ്. ഇവിടുത്തെ സ്റ്റൈലും ആൾക്കാരുടെ വീടിൻ്റെ ഒരു ആകൃതിയും എല്ലാം കാണുമ്പോൾ ഒരു വിജനമായ ഒരു പ്രദേശത്തോട് ട്രാവൽ ചെയ്യുന്ന ഒരു പ്രതീതി.
ഇവിടുത്തെ ഇതല്ലേ? അപ്പം ഞങ്ങളിതാ ഈ ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങോട്ട് പോയിട്ട് വലിയ ഹോട്ടലൊന്നുമില്ല ഞങ്ങൾക്ക്. ഇല്ല, അങ്ങ് പോകണം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്താ ഉണ്ടോ കിട്ടുന്നോ നോക്കട്ടെ. ഇവിടെ വിഷ്ണു ആ ഹോട്ടലിൽ കയറിയപ്പോൾ എന്താ ചോദിക്കുന്നുണ്ട്. ഭയങ്കര വെയിലാണ് കേട്ടോ. നല്ലതാണ്. തണുപ്പ് കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളുന്നത് നല്ല രസമുണ്ട്. പിന്നുണ്ടല്ലോ, ഇത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന കുറേ സാധനങ്ങൾ അവിടെ കാണാം. ഇവിടെ മുളക് ബജിയും കിട്ടും. ബജി കൊടു മുളക് ബജി കിട്ടും. പിന്നെ ഇവിടുത്തെ ബെഞ്ചും സീറ്റും ഒക്കെ അടിപൊളി സീറ്റാണ്. ബജിയാ? നൈസ്. നൈസ് ബജി. തട്ടയിടലി. എന്തത്? നോർമൽ ഇഡ്ഡലി. വളരെ സ്മൂത്താണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊന്നുമില്ല. വാവ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഓരോരൊക്കെയും ഇവിടുത്തെ ടീയൊക്കെ വളരെ ചെറിയ ഗ്ലാസ്സിലാണല്ലോ. നോക്കി, ടീ വന്നിട്ട് നമ്മുടെ വിരലിൻ്റെ അത്ര ഉള്ളൊരു ടീ കപ്പ്. അവിടെയാണെങ്കിൽ അവിടെ ലോക്കൽ ആയിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഏരിയയാണ്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളുണ്ട് അവിടെ. അപ്പം ഞാൻ ഇവിടുന്നും ചായ എടുത്തു, ചായ കപ്പ് എടുത്തു. അവിടെ ഭയങ്കര ഇളം വെയിലത്ത് നിൽക്കാത്തതുകൊണ്ട് ഞാൻ നേരെ തണലത്ത് വന്നു. ഇതുണ്ട്, ഈ സൈഡ് കണ്ടോ, മൊത്തം റാഗിയാണ്. റാഗി കൃഷിയാണ് ഇവിടെ മൊത്തം. ഇവിടെ ബാംഗ്ലൂർ ഒഴിച്ചിട്ട് നമ്മൾ കർണാടകയുടെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വില്ലേജ്, അതായത് മൊത്തം ഒരു ഫാർമേഴ്സിൻ്റെ ഒരു ഏരിയയാണ് മൊത്തം. ഇപ്പോൾ നമ്മൾ മാണ്ഡ്യ പോയാലും, ഇപ്പം ഇവിടെ ഷിമോഗയിലോട്ട് പോകുന്ന വഴിക്കായാലും ശരി, നോർത്ത് സൗത്ത് എവിടെ, ഈ ബാംഗ്ലൂർ ഒഴിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഒരു കർഷക സുന്ദരമായ ഒരു ഗ്രാമങ്ങളാണ് കാണാൻ പറ്റുന്നത്. കർണാടക എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. കർണാടക എക്സ്പ്ലോർ ചെയ്ത ബെല്ലാരി ഒക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ നമുക്ക് കൃഷിത്തോട്ടങ്ങളും ഇങ്ങനെ നിരന്ന് കിടക്കും. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ റോഡരികിൽ നിന്നുള്ള കാപ്പുകൂടി, അതുപോലെ റോഡരികിൽ നിന്നുള്ള ഭക്ഷണം കഴി, അതൊന്നും നമ്മൾ വേറൊരു ഹോട്ടലിൽ പോയി കിട്ടിയാലത്. വാവ്. ഇതാണ് ഇവിടുത്തെ പരിസരം. ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ബൈക്കാണ്. എല്ലാ ആൾക്കാരുടെയും ഓരോ ബൈക്കുണ്ട്. രാവിലെ ആൾക്കാർ വന്നിട്ട് പച്ചക്കറി വിൽക്കുന്നവരുണ്ട്. പച്ചക്കറി വിൽക്കുന്നവർ അവിടെ നിന്ന് വിൽക്കുന്നു. ഇത് ചെറിയൊരു ടൗണാണ്. ഇവരുടെ ഒരു ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ആൾക്കാരിവിടെ കൂടി അവിടെ പച്ചക്കറി വിൽക്കുന്നുണ്ട്. അപ്പുറത്ത് അത് ഇറച്ചിക്കടയാണെന്ന് തോന്നുന്നു. കോഴിയിറച്ചി വിൽക്കുന്നുണ്ട്. 3-4 ഷോപ്പുകളുള്ളൂ ഇവിടെ. 4 ഷോപ്പുള്ളൂ. ആ ഓല മറഞ്ഞ് കാണുന്നതാണ് ഷോപ്പുകൾ. പിന്നെ ഇവിടെ ഇങ്ങനെ കാർ നിർത്തുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ. ഈ ഹോട്ടലിലാണ്, ഹോട്ടലിൻ്റെ പേര് വൈകാറിഞ്ഞൂടെ. ഇവിടെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ എక్కడ? ഓക്കെ. നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ, അത് ഇവരുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ ഒരു കട നടത്തുന്നത്. അത് ബക്ര. ഓക്കെ. ബക്ര മീൻസ് ചെമ്മരിയാടാണല്ലേ? ഇതാണ് ഈ ചേട്ടൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറിൻ്റെ ഷോപ്പ് അല്ലേ? ഷോപ്പിനാ ബക്ര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വേറെന്ത് സംഭവം. അത് ബക്ര എന്ന് പറഞ്ഞ ആടായിരുന്നു കേട്ടോ, ചെമ്മരിയാട്. ബക്ര. അങ്ങേ സൈഡിൽ ആ മലനിരകളിൽ കാണുന്നത് ഇതാണ് വിൻഡ് മില്ലാണ്. ആ വിൻഡ് മില്ലിന്റെ പവർ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് എൻ്റെ പവർ ഗ്രിഡ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് ആ പുള്ളി പറഞ്ഞത്. ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ റോഡരികിൽ വണ്ടി നിർത്താം, പക്ഷെ ഒരു കുഴപ്പമില്ല. ഇതുണ്ടോ വിൻഡ് മില്ലുണ്ടോ?
അവിടുത്തെ ഫുൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുത്തെ ഈ ബേസ് ക്യാമ്പിൽ നിന്നാണ്, ഇവിടുത്തെ പവർ ഗ്രിഡിൽ നിന്നാണ്. കൊള്ളാം അല്ലേ? വളരെ നോക്കി ഒരുപാടുണ്ട്. 30-35 ഫാൻ അവിടെ തന്നെ സെറ്റ് ഉണ്ട്. 35 അല്ല, അതിനപ്പുറത്തോട്ടും ഉണ്ട്. ഞങ്ങളിങ്ങനെ നല്ല കാഴ്ചകളിൽ കൊള്ളാം കേട്ടോ. ഗാർഡ് സ്റ്റാർട്ടഡ്. നമ്മളിപ്പോൾ ഗാർഡ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഗാർഡ് സെക്ഷൻ്റെ അകത്തുകൂടിയാണ് പോകുന്നത്. ഈ ഈസ്റ്റേൺ ഗാർഡ്സ് അല്ലേ, നമ്മൾ ഈ ഈസ്റ്റേൺ ഗാർഡ്സിന്റെ അകത്തുകൂടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രണ്ട് സൈഡിലും നമുക്ക് മലകൾ കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പറഞ്ഞു കേട്ടോ. ഈ ഒരു ഏരിയകളൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് നല്ല ഭംഗിയാണ്. ഇവിടെയാണ് കൊണ്ട് എല്ലാ കാറ്റാടി മരങ്ങളും ഇവിടെ കണ്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ബസ്സൊക്കെ വരുന്നത് വളരെ ചുരുക്കമാണ്. ആൾക്കാരൊക്കെ യൂസ് ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പും ഇല്ല. ആൾക്കാർ യൂസ് ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ എന്താ ഞാൻ കാണിച്ചു തരാം. ആ ട്രക്ക് അതെന്ത് ഓട്ടോ അല്ലേ, ഓട്ടോയുടെ പുറകിലാണ് ആൾക്കാരെല്ലാം പോണത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ. ഇടയ്ക്കൊക്കെ BMTCയുടെ ബസ് വരും. കൊള്ളാലോ. ഇതാണ് ഇവിടുത്തെ ഉള്ള ലോക്കൽ ആൾക്കാരുടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെ ഉള്ള വണ്ടിയുടെ പുറകിൽ ഒരു ഷെഡൊക്കെ കെട്ടി പോവുക. തനി ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി ഗ്രാമം. തനി ഗ്രാമത്തിൻ്റെ അകത്തുകൂടി നോക്കത്ത ദൂരത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തിലുള്ള റോഡിലൂടെ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്നാ രസമാണെന്നറിയോ. അയ്യോ, ഈ ഫീലൊന്നും വേറൊരിടത്തും കിട്ടത്തില്ല. നമ്മൾ ട്രാവൽ ചെയ്ത് തന്നെ പോകണം. ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്നവർക്ക് ഇതൊരു എന്താണ് ഒരു പ്രതീതിയായിരിക്കും. പിള്ളേരൊക്കെ ഉണ്ട്, സ്കൂളിൽ പോകാൻ നിൽക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്കൂളൊക്കെ തുറന്നെന്ന് തോന്നുന്നു. എല്ലാ പ്രായത്തിലുള്ള പിള്ളേരുണ്ടല്ലോ അവിടെ. രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുവാണ്. അതുപോലെ റൈറ്റ് സൈഡില് തെങ്ങും തോപ്പും. അങ്ങനെ ഞങ്ങൾ ഷിമോഗ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ കളക്ടറുടെ ഓഫീസിലോട്ട് 6 കിലോമീറ്റർ ഉണ്ട്. ഷിമോഗ വെരി ക്ലോസ്. ഷിമോഗയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇതിന് നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ നേരത്തെ വന്നേക്കുന്നത് ഇവിടെയല്ല, വേറെ സ്ഥലത്ത് പോയി ടച്ച് ചെയ്ത് പോയതാണ്. ഇതാണ് ചെറിയ ഷിമോഗ സിറ്റി. ഓ, ഇവരൊക്കെ ആണെങ്കിൽ കിയ, ടൊയോട്ടോ എല്ലാ ഷോറൂം ഉണ്ടല്ലോ ഇവിടെ. ഓ, ഷിമോഗ സിറ്റി കൊള്ളാം കേട്ടോ. ചെറിയ സിറ്റി ആണെങ്കിലും തിരക്കുണ്ട്. സിറ്റിക്ക് അകത്തല്ല, നമ്മൾ സിറ്റിക്ക് വെളിയിലാണ്. സിറ്റിക്ക് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷിമോഗ സിറ്റി സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതേതാ സിറ്റി സെന്റർ അല്ലേ? ഓ കൊള്ളാലോ, വലിയൊരു മാളാണല്ലോ. ഷിമോഗ ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഷിമോഗ ഷാമി ഹീറോ ആടാന്ന് പറഞ്ഞല്ലോ. ഷിമോഗ ഹീറോ കേട്ടോ. നല്ല ഇതാണ് ഷിമോഗയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ഷിമോഗ ഭൂരിഭാഗം ആൾക്കാർ മുസ്ലിംസ് അല്ലേ? റൈറ്റ്.
ഇതേതാ ഇത്? ഷിമോഗ പ്രൈവറ്റ് ബസ് ഇത്? ഓ, ആദ്യമായിട്ടാണ് ഞാൻ ഇത് കർണാടക പ്രൈവറ്റ് ബസ് കാണുന്നത്. കർണാടകയിൽ സാധാരണ BMTC മാത്രമേ ഉള്ളൂ, ഇവിടെ പ്രൈവറ്റ് ബസ്സും ഉണ്ട്. റൈറ്റ്. ഓ, ഡിസ്ട്രിക്ട്. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. അയ്യോ, യെസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് U-turn എടുക്കണം. ഓക്കെ, ഇവിടുന്ന് U-turn എടുക്കാം. ഇവിടെ വീണല്ലോ, റോഡിൽ പൊടിയൊക്കെ പാറാതിരിക്കാൻ വേണ്ടി കളക്ടറേറ്റിന് മുമ്പിൽ മാത്രമേ ഇത് കാണുള്ളൂ മിക്കവാറും കേട്ടോ. ഇവിടെ ഇല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ എങ്ങ് പാർക്ക് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ കുറച്ച് തണലുണ്ട്. ഡിപ്പാർട്ട്മെന്റ് മാത്ര ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ പിടിച്ചിട്ട് പോവോ? ഇല്ലല്ലോ. വാട്ട് വിൽ ഡു? അപ്പോൾ ആ കണ്ടില്ലേ, അവിടെയാണ് ഈ പറഞ്ഞിടത്താണ് ഓഫീസ്. അപ്പം ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം കളക്ടറെയൊക്കെ കണ്ടിട്ട് പതുക്കെ വന്ന് ബാക്കി എപ്പോഴാണ് മീറ്റിംഗ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മീറ്റിംഗ് 11:30-ക്കാണ്. ഇപ്പോൾ 11:30 എന്തായാലും പുള്ളിക്കാരനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, അപ്പം ഇനി ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കാണാം. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്, ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രദുർഗ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, സൈഡിൽ കണ്ടോ ഈ കല്ലടുക്കി വെച്ചിട്ട് മല ഉണ്ടാക്കിയേക്കുന്ന തോന്നുന്നല്ലേ നോക്കി. ഇവിടെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഇവിടെ വഴിയരികിൽ കുറെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇത് ടൂറിസ്റ്റ് സ്പോട്ടാണോ? ആണെന്ന് തോന്നുന്നു കേട്ടോ. അതാ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. കൊള്ളാലോ. അതുണ്ട്, കല്ലുകൊണ്ടുണ്ടാക്കിയ മല. ഇതാണ് ചിത്രദുർഗയുടെ സ്പെഷ്യാലിറ്റി. ഇതാണ് നല്ല രസമല്ലേ. ഇവിടെ ഫുൾ ഇങ്ങനത്തെ ഈ ടൈപ്പ് കല്ലുകൊണ്ടുണ്ടാക്കിയ മല. ഇത് കല്ലുകൊണ്ട് ആരും ഉണ്ടാക്കിയ മലയല്ല, ഇത് നാച്ചുറലി ഇവിടെ ഉള്ളതാണ്. നല്ല രസമുണ്ട്. ഇതിൻ്റെ പൊക്കത്ത് ക്ലൈംബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കയറാൻ പറ്റില്ല. നമ്മൾ കയറാവുന്നൊരു ഇതിലല്ല വന്നേക്കുന്നത്. അപ്പം ഇനി ഞങ്ങൾ നമ്മുടെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചിത്രദുർഗ വഴിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പുറകിൽ കണ്ട കല്ലുകൊണ്ടുണ്ടാക്കി മല കണ്ടപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്തിയതാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയ മലയല്ല, കല്ലുകൊണ്ട് ഇങ്ങനെ മലയായി പോയതാണ്. പക്ഷേ കല്ലിങ്ങനെ പൊടിഞ്ഞിരിക്കുകയാണ്. ഇത് ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ചിത്രദുർഗ ഫോർട്ടൊക്കെ ഇവിടെയുണ്ട്. ഇങ്ങനെ അത് ആവശ്യമുള്ള കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണാം. അതൊക്കെ നല്ലൊരു പഴയ കാലത്തെ ഒരു ഫോർട്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഈ അകലെ കൈ കാണുന്ന പാറയുടെ പൊക്കത്താണ് ഞാൻ പറഞ്ഞ ഫോർട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ നല്ലൊരു കാഴ്ചയാണ് ചിത്രദുർഗ ഫോർട്ട്. ഈ കാണുന്ന മലയുടെ പൊക്കത്തുകൂടി ഇതുണ്ട് കേട്ടോ. മലയുടെ മേളിൽ കൂടി ഫോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? ഓഹോ, കൊള്ളാലോ. ആരാണോ ഉണ്ടാക്കിയത്? എന്നാൽ പിന്നെ അവർക്ക് താഴെ കൂടി ഫോട്ടോ ഉണ്ടാക്കിയാൽ പോരായിരുന്നു. മേളിൽ കൂടി ഫോട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ പൊക്കത്ത് കയറാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഇപ്പോൾ സമയം പോയിട്ട് 6 മണിയായി. അത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൊക്കത്ത് കയറി കാണിച്ചു തരാം. ചിത്രദുർഗ ഫോർട്ട്. അവിടെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ.
ഇതാണ് ഫോർട്ട്. ഞാനിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചിത്രദുർഗ വഴിയായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ താഴെ കണ്ട ആ ഫോർട്ടിൻ്റെ ഞാനിപ്പോൾ വിഷ്ണുവോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെന്തായാലും ഫോർട്ട് ഒന്ന് ചുമ്മാ വെളിയിൽ കൂടെ കാണാമെന്ന് കരുതിക്കൊണ്ട് വന്നത്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് വളരെ വലിയ സംഭവം കേട്ടോ. ഈ ഫോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നൊരു 5 കിലോമീറ്റർ ചുറ്റുമുണ്ടെന്ന് തോന്നുന്നു. ഈ കണ്ട വലിയ മലയുടെ പൊക്കത്തോടെ ഫോർട്ട് കൊണ്ട് വെച്ചിരിക്കുക. സാധാരണ ഞാനൊക്കെ ഫോർട്ട് കണ്ടേക്കുന്നത് നമ്മൾ താഴെയല്ലേ, ഇതങ്ങനെയല്ല, ഇത് മലയുടെ പൊക്കത്താണ് ഫോർട്ട്. കാണിച്ചു തരാം. ഈ കാണുന്ന പ്രദേശം മൊത്തം ചെയ്തേക്കുന്നതാണ് ഫോർട്ട്. ഓ കണ്ടോ, വൈകുന്നുണ്ടോ? ഇതിനകത്ത് വീഡിയോ ചെയ്യാം. ക്ലോസാ? ಅಯ್ಯೋ ಸ್ವಲ್ಪ ಒಳಗಡೆ ಬರ್ತೀರಿ? ക്ലോസ് അപ്പ്. ಒಳಗಡೆ ಬಂದ್ಬಿಡ್ತೀರಿ ಅಷ್ಟೇ. ಮೇಲೆಲ್ಲ ഇതാണ് ഫോർട്ട്. ഇത് ക്ലോസ് ചെയ്ത് 5 മണിക്ക് ക്ലോസ് ചെയ്താ പറഞ്ഞത്. ഇത് 5 കിലോമീറ്റർ ഉണ്ട്. ഇതിനകത്തൂടെ കയറി നടന്നു കഴിഞ്ഞാൽ അങ്ങ് കയറിപ്പോ. ഈ ഫോർട്ട് ആദ്യം പണി കഴിപ്പിച്ചത് AD 1578 ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് ഒരു ദിവസം വന്നാലൊന്നും കൊണ്ട് തീരുകയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 1772 ഹൈഡ്രാലി ഇത് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ ആക്കിയത്. പക്ഷേ ഇത് ഒരുപാടുണ്ട് കാണാൻ കേട്ടോ. ഇത് ഞങ്ങൾക്കിത് കാണാൻ പറ്റില്ല. എന്നാലും ഞങ്ങളിനി വീണ്ടും വരും.